യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ കേൾവിക്കാർക്കും സ്വാഗതം. സ്നേഹിതർ സഹോദരന്മാരാകും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, മനുഷ്യർക്ക് മനുഷ്യരെ സ്നേഹിതരാക്കുവാൻ കഴിയും. അത് എളുപ്പവുമാണ്. എന്നാൽ മനുഷ്യർക്ക് ദൈവത്തെ സ്നേഹിതൻ ആയി കാണാൻ കഴിയുമോ? പലരും നെറ്റിചുളിക്കുവാൻ, അത്ഭുതം കൂറുവാനിടയാണ്. ദൈവത്തിന് സ്നേഹിതനായിരിക്കുവാൻ മനുഷ്യന് കഴിയുമോ? അതല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ സാധ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നു. ദൈവവും തനിക്ക് സ്നേഹിതന്മാരായിരിക്കുവാൻ വിശ്വസ്തന്മാരെ തിരയുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ തങ്ങൾക്ക് സ്നേഹിതന്മാരാക്കുന്നത് തങ്ങൾക്ക് തരാതരത്തിലുള്ളവരെയാണ്. അവിടെ അവർ കുടുംബ മഹിമയും പാരമ്പര്യവും കഴിവും വിദ്യാഭ്യാസവും അറിവും സൗന്ദര്യവും ഒക്കെ നോക്കാറുണ്ട്. എന്നാൽ ദൈവം തനിക്ക് സ്നേഹിതരായി തിരഞ്ഞെടുക്കുന്നവരുടെ പുറമേയുള്ള യോഗ്യതകളെ അല്ല ദൈവം അതിന് മാനദണ്ഡമായി നോക്കുന്നത്. എല്ലാ കാലത്തും ദൈവത്തോട് സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് തൻ്റെ സ്വന്തം സ്നേഹിതരായാണ് കാണുന്നത്. അവരുടെ അനുസരണവും സത്യസന്ധതയും ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ദൈവവുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. അതാണ് കർത്താവ് ഒരുവനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ അനുസരിക്കുന്നവർക്കുള്ളതാണ് ദൈവത്തിന്റെ സൗഹൃദ പദവി. കർത്താവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് അവിടുത്തെ അരുളപ്പാടുകളെ അനുസരിക്കുന്നത്. ഒരു ഭക്തന്റെ ദൈവവചന ധ്യാനത്തിലൂടെയും തിരുവചന കേൾവിയുടെ അനുസരണത്തിലൂടെയുമാണ് ദൈവവുമായുള്ള അവന്റെ സൗഹൃദം ദൃഢമാകുന്നത്. ദൈവിക സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു മാർഗരേഖ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ 15-ാമത്തെ അധ്യായത്തിലെ വാക്യമാണത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. എന്നിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന്. പ്രിയ, ഇതിന് നമുക്ക് കഴിയണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മോടുള്ള കർത്താവിന്റെ കൽപ്പന അതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന അനുസരിക്കുവാൻ കർത്താവിന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അവിടെ കർത്താവ് നമ്മളോട് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. പ്രിയരെ, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഭൂമിയിലേക്ക് പാപികളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ തങ്ങൾ പാപികൾ എന്ന് സമ്മതിക്കുവാൻ വിമുഖത കാട്ടിയ പരീശന്മാർ കർത്താവിനെ പരിഹസിച്ചത് നീ പാപികളുടെ സ്നേഹിതൻ എന്നാണ്. അവർ കർത്താവിന്റെ മേൽ ആക്ഷേപിച്ച ആക്ഷേപം നീ പാപികളുടെ സ്നേഹിതൻ. തനിക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സ്നേഹിതന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ട് കർത്താവ് ആ പരിഹാസത്തെ സഹിച്ചു. കർത്താവ് അവിടെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ പരിഹാസവും തള്ളിക്കളയിലും ഒക്കെ സഹിച്ച് പാപിയെ സ്നേഹിച്ചതുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹിതന്മാർ എന്ന പദവി തന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചത് എന്ന് നാം മറക്കരുത്. പ്രിയരെ, കർത്താവിന്റെ മഹാകാരുണ്യത്താൽ അവിടുത്തെ സ്നേഹിത വൃന്ദത്തിലായവർ നോക്കൂ, ചുങ്കക്കാരും പാപികളും മുൻവിധിയുള്ളവരുമായ ഒരു കൂട്ടം സാധാരണക്കാരായിരുന്നു. കർത്താവിന്റെ ശത്രുക്കളിൽ ഒരാളായി പ്രവർത്തിച്ചു വരവേ കർത്താവിന്റെ സ്നേഹ വലയിലായിപ്പോയ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്നാണ്.
യേശുക്രിസ്തുവിന്റെ സ്നേഹിതനായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഇഷ്ടങ്ങൾ, ശൈലികൾ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു. കർത്താവിന്റെ ഇഷ്ടം തന്റെ ഇഷ്ടമായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ താൻ ഇപ്രകാരം സാക്ഷീകരിച്ചു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. സ്നേഹിതന് വേണ്ടി താൻ മരിക്കാനും ഒരുക്കമുള്ളവനായി തന്നെ തന്നെ ക്രിസ്തുവിന്റെ ഹിതത്തിന് താൻ സമർപ്പിച്ചു. അതിന് തന്നെ പ്രേരിപ്പിച്ച ഘടകമോ? ക്രിസ്തു തനിക്ക് വേണ്ടി തന്റെ പ്രാണനെ തന്ന് സ്നേഹിച്ചു. അവൻ എന്നെ തന്റെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു എന്ന തിരിച്ചറിവായിരുന്നു. അപ്രകാരം ക്രിസ്തുവിന്റെ സ്നേഹിതനായ പൗലോസ് ക്രിസ്തുവിന്റെ കൽപ്പനകൾ ഒന്നൊന്നായി അനുസരിച്ച് അവന്റെ ഹിതം നിറവേറ്റി. തുടർന്നും തന്റെ സ്നേഹിതനും രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ മുന്നിട്ടിറങ്ങിയ പൗലോസിന്റെ സഹിത്വം പ്രിയരെ കർത്താവും ആഗ്രഹിക്കുകയും തന്നെ വെളിപ്പാടിന്റെ ആധിക്യത്തിലേക്ക് നയിക്കുകയും മൂന്നാം സ്വർഗത്തോളം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ദൈവം ഏറിയ വിലയുള്ളതായി കൽപ്പിക്കുന്നതിനെ ഏറിയ വിലയുള്ളതായി കാണുന്നതാണ് ദൈവത്തിന്റെ സ്നേഹിതന്റെ ലക്ഷ്യം. ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ, ഏലിയാവ്, എലിശ തുടങ്ങി അപ്രകാരം ദൈവം വിലയുള്ളതായി കൽപ്പിച്ചത് തങ്ങൾ മറുചോദ്യം ചോദിക്കാതെ അവരൊക്കെ അനുസരിക്കുകയും അത് തങ്ങൾക്കും വിലയുള്ളതാണെന്ന് തെളിയിക്കുകയും ചെയ്യുകയും ദൈവത്തിനു വേണ്ടി ജീവനെ അർപ്പിക്കുവാൻ സമർപ്പിതരുമായ സ്നേഹിതരെ കുറിച്ച് പഴയ നിയമത്തിലും നമുക്ക് പഠിക്കുവാൻ കഴിയും. പ്രിയരെ, യഥാർത്ഥ സ്നേഹിതന്മാരെ കർത്താവ് സഹോദരന്മാരായും കാണുന്നു. സ്നേഹിതന്മാരായവരെ സഹോദരന്മാരായി കാണുന്ന ഒരു പ്രത്യേക സ്വഭാവം കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നു. താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കപ്പെട്ടതിന് ശേഷം തന്റെ സ്നേഹിതന്മാരെ കുറിച്ച് കർത്താവ് വിശേഷിപ്പിക്കുന്നത് സഹോദരന്മാരെ എന്നാണ്. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നവരോട് പറക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണത് വായിക്കുന്നത്. മഗ്ദലക്കാരത്തി മറിയയോട് യേശു ക്രിസ്തു സ്നേഹിതരെ വിശേഷിപ്പിച്ചത് എൻ്റെ സഹോദരന്മാർ എന്നാണ്. അപ്പോൾ സ്നേഹിതന്മാർക്ക് സഹോദരന്മാരാകുവാൻ കഴിയുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. സദൃശവാക്യങ്ങൾ വായിക്കുന്നു: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. പ്രിയരെ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ ശിഷ്യന്മാരാകുന്നവർ അവർ തുടർന്നും കർത്താവ് കൽപ്പിക്കുന്നതനുസരിച്ചാൽ അവർ കർത്താവിന്റെ സ്നേഹിതന്മാരും തുടർന്ന് അവർ സഹോദരന്മാരുമായി തീരുകയും. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, കർത്താവിന്റെ സ്നേഹിതനാകണോ അതോ ലോകത്തിന്റെ സ്നേഹിതനാകണോ നിങ്ങൾ? ലോകത്തോട് സൗഹൃദം കൂടാൻ ശ്രമിക്കുന്നവർക്ക് ദൈവത്തിന്റെ സൗഹൃദം കൂടാൻ കഴിയുകയില്ല. ലോകത്തിന്റെ സ്നേഹിതനായിരുന്നു കൊണ്ട് കർത്താവിന്റെ സ്നേഹിതനും സഹോദരനുമായിരിക്കുവാനും കഴിയില്ല. ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന് സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു എന്ന് യാക്കോബ് 4:4 വായിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരായി, സ്നേഹിതരായി, സഹോദരരായി അവന് വേണ്ടി ജീവൻ വെച്ച് കൊടുക്കുവാനും ഒരുക്കമുള്ളവരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരായി, കർത്താവിന്റെ സ്നേഹിതന്മാരായി, കർത്താവിന്റെ സഹോദരന്മാരായി ജീവിക്കുവാൻ അപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുന്നു. കർത്താവ് വിലയേറിയതായി കാണുന്നതെല്ലാം ഞങ്ങളും വിലയേറിയതായി തന്നെ കണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയാൽ നിറയ്ക്കണം. സമർപ്പിച്ച പ്രാർത്ഥികൾ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ മറുപടികളും വിടുതലുകളും ഇന്ന് പകൽ കൽപ്പിക്കണം. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് പൂർത്തീകരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാണ് കർത്താവ്. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.
പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിനെ